Hi friends, welcome to Pratap Tech. We will use a smart watch. Lenovo Smartwatch. Carme NA brand name. We will video like share and support our channel. Subscribe to the subscribe to bell icon. Video. Hi, we will box open the box. ഒരു സാധാരണ നൈസ് ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് സ്മാർട്ട് വാച്ച്, ചാർജിങ് ക്രേഡിൽ, അതേപോലെ കുറച്ച് ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ചാർജിങ് ക്രേഡിലേക്ക് വാച്ച് ഇങ്ങനെ നൈസായിട്ട് വെച്ചുകൊണ്ട് ഈസി ആയിട്ട് അത് ക്ലോസ് ചെയ്ത് നമുക്ക് ചാർജ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം നമുക്ക് മാറ്റി വയ്ക്കാം. വാച്ചിൻ്റെ കാര്യത്തിലേക്ക് വരാം. വാച്ച് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ. റിയർ സൈഡിൽ ഹാർട്ട് റേറ്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ടിലേക്ക് വന്നാൽ കളർ LCD ഡിസ്പ്ലേ ആണ്, കളറാണ്. അപ്പോൾ LCD ഡിസ്പ്ലേ ആണോ OLED അല്ല. പക്ഷേ LCD ആണെങ്കിലും നല്ല കളർ ഡിസ്പ്ലേ ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ബെസിൽസ് കുറച്ച് കട്ടി കൂടുതലാണ്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു ഡിസൈനാണ് ബെസിൽസിനൊക്കെ വരുന്നത്. സൈഡിൽ 2 ബട്ടണുകൾ, ഫ്രണ്ടിലൊരു കപ്പാസിറ്റീവ് ബട്ടൺ. ഈ ബട്ടണുകളിലൂടെയാണ് നമ്മളിതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതായത് നമുക്കിതിനകത്ത് ഡിസ്പ്ലേ ഫുൾ ടച്ച് വരുന്നില്ല, പകരം ഒരു കപ്പാസിറ്റീവ് ബട്ടൺ മാത്രമാണ്. മെനുവിലൂടെ നമുക്ക് സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലുള്ള കപ്പാസിറ്റീവ് ബട്ടൺ ഉപയോഗിക്കാം. ഹോം സ്ക്രീനിലേക്ക് തിരിച്ചു വരാൻ സൈഡിൽ താഴെയുള്ള ബട്ടൺ ഉപയോഗിക്കാം. മുകളിലുള്ള ബട്ടൺ ആണെങ്കിൽ സബ് മെനുവിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്, ഒരു ടൈമറിലേക്ക് നമ്മൾ സ്ക്രോൾ ചെയ്ത് എത്തിയിട്ട് ടൈമർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ടോപ്പിലുള്ള ബട്ടൺ ഉപയോഗിക്കാം. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുക. ഒരു ഫുൾ ടച്ച് ഡിസ്പ്ലേ അല്ല ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് ഡിസൈൻ. അപ്പോൾ ഇങ്ങനെയാണ് മൊത്തത്തിൽ ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. സ്ട്രാപ്പൊക്കെ നല്ല സ്ട്രോങ് ആയ സ്ട്രാപ്പാണ്, യാതൊരു ഇഷ്യൂ ഇല്ല. കാണാനും വലിയ തിരക്കില്ലാത്ത നല്ല ക്വാളിറ്റി ഉള്ളൊരു സ്ട്രാപ്പൊക്കെ ഉണ്ട്. അപ്പോൾ സ്ട്രാപ്പ് എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ടോട്ടലായിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ വിലയിരുത്താം. പിന്നെ ഇതിൻ്റെ ബിൽറ്റിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടി പ്രത്യേകം എടുത്ത് പറയാനുള്ളത്, IP68 വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത്യാവശ്യം വെള്ളമൊക്കെ നനഞ്ഞാലും പെട്ടെന്നൊന്നും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഇതിൽ വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വെള്ളം കയറാത്ത ഒരു പ്രൊട്ടക്ഷനുള്ള വാച്ചാണെന്ന് പറയാം. അതേപോലെ തന്നെ സൺലൈറ്റ് വിസിബിലിറ്റിയുടെ കാര്യം നോക്കിയാൽ അതൊരു പ്രധാന കാര്യമാണ്. വാച്ചാണ് നമ്മൾ പലപ്പോഴും ഡേ ലൈറ്റിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടി വരുമ്പോൾ സൺലൈറ്റ് വിസിബിലിറ്റിയിൽ അത്ര ബെസ്റ്റ് സൺലൈറ്റ് വിസിബിലിറ്റി ഉള്ള ഒരു വാച്ചെന്നൊന്നും ഞാൻ പറയില്ല. ഒരു ആവറേജ് എബോവ് ആവറേജ് എന്ന് പറയാനുള്ളൂ. അപ്പോൾ അത് ഒരു മീഡിയം റേഞ്ചിലാണ് നിൽക്കുന്നത് സൺലൈറ്റ് വിസിബിലിറ്റി. എങ്കിലും കുഴപ്പമൊന്നുമില്ല, കളർ ഡിസ്പ്ലേ ഒക്കെയാണ്, നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട് കാര്യങ്ങൾ നിങ്ങളെ കാണുന്ന പോലെ. പിന്നെ ഇതിൻ്റെ വാച്ച് ഫേസ് 3 വാച്ച് ഫേസുകളാണ് ഇതിന് വരുന്നത്. ഇതാണ് അതിൻ്റെ അപ്ലിക്കേഷനിലും കാണുന്നുള്ളൂ. അതുപോലെ വാച്ച് ഇറ്റ് സെൽഫ് ഇതിനകത്തും ഈ 3 വാച്ച് ഫേസ് തന്നെ. അപ്പോൾ ടോട്ടലി നമുക്ക് 3 വാച്ച് ഫേസേ കിട്ടുന്നുള്ളൂ. അത് 3 ഈ രീതിയിലൊക്കെയാണ്. അപ്പോൾ ഇതും നിങ്ങളുടെ പേഴ്സണൽ ഇൻട്രസ്റ്റിനെ ഞാൻ വിടുകയാണ്. ബാറ്ററിയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ബാറ്ററി ലൈഫിലൊന്നും ഒരു പ്രശ്നമില്ല. ഒരു മോഡറേറ്റ് യൂസേജ്, എല്ലാ ഫീച്ചറും കംപ്ലീറ്റ് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് 2 ദിവസം 3 ദിവസമൊക്കെ കിട്ടുള്ളൂ. അത് 100 ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് കിട്ടി കഴിഞ്ഞാൽ മിക്കവാറും എല്ലാ വാച്ചുകളും ഇങ്ങനെ തന്നെയായിരിക്കും അവസ്ഥ. അത് ഫുള്ളായിട്ട് ആക്ടിവേറ്റ് ചെയ്താൽ അത്ര വലിയൊരു ബാറ്ററി ലൈഫ് തരില്ല. ഒരു മോഡറേറ്റ് യൂസേജ്, ഒരു മിനിമം രീതിയിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്കൊരു 6-7 ദിവസമൊക്കെ നല്ല ബാറ്ററി ലൈഫ് ഈ വാച്ചിന് കിട്ടും. കൂടുതലും കിട്ടും. അത് നിങ്ങൾ ഏറ്റവും കുറവ് നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കൂടുതലും ബാറ്ററി ലൈഫ് കിട്ടും. അപ്പോൾ ഒരു മിനിമം മോഡറേറ്റ് യൂസേജിൽ നമുക്ക് ഒരു 7 ദിവസം വരെയുള്ള ബാറ്ററി ലൈഫാണ് കമ്പനിയും ഓഫർ ചെയ്യുന്നത്. നമുക്ക് റിയൽ ലൈഫിൽ കിട്ടാൻ പോകുന്നതും ഏറെക്കുറെ അതൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ ബാറ്ററിയുടെ കാര്യത്തിലൊന്നും ഇഷ്യൂ ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1.5-2 മണിക്കൂർ കൊണ്ട് ഈസി ആയിട്ട് ഇത് ചാർജ് ചെയ്തെടുക്കുകയും ചെയ്യും. ഇനി ഇതിൻ്റെ ഫീച്ചറുകൾ നോക്കിയാൽ നമുക്ക് സാധാരണ ഒരു സ്മാർട്ട് ബാൻഡിൽ കാണുന്ന എല്ലാതരം ഫീച്ചറുകളും, ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് അളക്കാൻ സാധിക്കും. സ്ലീപ്പ് മോണിറ്ററിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്ലീപ്പ് മോണിറ്ററിംഗിൽ നമുക്ക് ഒരു ഇഷ്യൂ നമുക്ക് തോന്നിയില്ല. കൃത്യമായിട്ട് നമ്മൾ ഉറങ്ങുന്ന സമയം, എണീക്കുന്ന സമയം കൃത്യമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ ഒരു സാമ്പിൾ കാണാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഉറങ്ങിയ സമയം കൃത്യമായിട്ട് ഇവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ല ആക്യുറേറ്റ് ആയ ഒരു സ്ലീപ്പ് മോണിറ്ററിംഗും കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ബാക്കിയുള്ള ഫിറ്റ്നസ് ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വാക്കിംഗ്, റണ്ണിങ്, അതേപോലെ എന്താ പറയുക, മറ്റുള്ള ഒരുപാട് ഗെയിംസും കാര്യങ്ങളൊക്കെ, ഫുട്ബോൾ അടക്കമുള്ള ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മോണിറ്ററിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റെപ്പ് കൗണ്ടിൻ്റെ കാര്യം നോക്കിയാൽ അത്ര പെർഫെക്റ്റ് ആണെന്ന് ചോദിച്ചാൽ ഈ ഒരു റേഞ്ചിൽ ഒരു സ്മാർട്ട് ബാൻഡോ അല്ലെങ്കിൽ സ്മാർട്ട് വാച്ച് നമുക്ക് ഇത്രയും പെർഫെക്ഷനൊന്നും തരില്ല. അപ്പോൾ ആ ഒരു ആവറേജ് സെറ്റപ്പൊക്കെ ഇതിനകത്തുണ്ട്. യാതൊരു നെഗറ്റീവും ആ ഭാഗത്തൊന്നും പറയാനില്ല. അപ്പോൾ ഓവറോൾ എല്ലാ തരത്തിലുള്ള ഫിറ്റ്നസ് ഫീച്ചേഴ്സും ഇതിനകത്തും വരുന്നുണ്ട്. ബ്ലഡ് പ്രഷർ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതിനകത്തില്ല. പക്ഷേ ബാക്കിയുള്ള ഹാർട്ട് മോണിറ്ററിംഗ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷനുകളുടെ സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം അങ്ങനെ സോഷ്യൽ മീഡിയകൾ, അതേപോലെ കോള്, മെസ്സേജ്, എല്ലാ സംഭവങ്ങളുടെയും നോട്ടിഫിക്കേഷൻ നമുക്ക് കൃത്യമായിട്ട് ഈ വാച്ചിൽ കിട്ടും. അതിന് യാതൊരു ഇഷ്യൂസും ഇല്ല. കണക്ടിവിറ്റിയിലൊരു പ്രശ്നവുമില്ല. അപ്പം നല്ലൊരു പെർഫോമൻസ് ലെവൽ ആ വക മേഖലകളിലൊക്കെ ഉണ്ട്. മറ്റ് അലാറം ക്ലോക്ക്, അതേപോലെ തന്നെ സ്റ്റോപ്പ് വാച്ച്, അങ്ങനെയുള്ള ഫീച്ചറുകളും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ സാധാരണ ഒരു സ്മാർട്ട് ബാൻഡ് അല്ലെങ്കിൽ സ്മാർട്ട് വാച്ചുകളിലൊക്കെ കാണുന്ന ഒരുവിധം എല്ലാ ഫീച്ചറുകളും നമുക്ക് ഇതിനകത്ത് വന്നു. ഫിറ്റ്നസിൻ്റെ, സ്ലീപ്പിങ്ങിൻ്റെ, ഹാർട്ട് റേറ്റ് മോണിറ്ററിങ്, അതുപോലെ ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻ, എല്ലാ തരത്തിലുള്ള ഫീച്ചറുകളും ഉള്ള ഒരു സ്മാർട്ട് വാച്ച് തന്നെയാണ് നമ്മുടെ ഈ ലെനോവോയുടെ ഈ ഒരു സ്മാർട്ട് വാച്ച്.
പിന്നെ ഇതിനകത്ത് കോൾ വരുമ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, നമുക്ക് കോൾ വന്നാൽ ഒരു വൈബ്രേഷൻ ഫീഡ്ബാക്കാണ് തരിക. നമുക്കത് കോളിൻ്റെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ റേസ് ടു ബേക്ക് എന്നുള്ള സംഭവം ഓൺ ആണെങ്കിൽ നമ്മൾ കൈ ഉയർത്തി നോക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക് ഓൺ ആയി വരും, നമുക്ക് കാണുകയും ചെയ്യാം. അതല്ലെങ്കിൽ വൈബ്രേഷൻ ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടുക, നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ആ ബട്ടണിലൊന്ന് പ്രസ് ചെയ്യേണ്ടി വരും കാണാൻ വേണ്ടിയിട്ട്. ആ ഒരു സംഭവം ചെറിയൊരു, അത് ബാറ്ററി ലൈഫിന് നല്ലതാണെങ്കിൽ പോലും എനിക്കത് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയില്ല. കോൾ വരുമ്പോൾ തന്നെ അത് കാണുകയായിരുന്നെങ്കിൽ കുറച്ച് നല്ലതായിട്ട് തോന്നി. അത് മാത്രമാണെങ്കിൽ ഒരു ചെറിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയുള്ളൂ. സോ ഫൈനലി നമ്മളിതിൻ്റെ പ്രൈസ് കൂടി കൺസിഡർ ചെയ്താൽ 3499, 3500 രൂപയാണ് ഈ ഒരു വാച്ചിൻ്റെ വില വരുന്നത്. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് നിങ്ങൾ തുറക്കം തൊട്ടേ കേട്ടതിൽ ശ്രദ്ധിച്ചെന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ ഒരു സ്മാർട്ട് വാച്ച് വർത്തായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരു നല്ല വാച്ചായിട്ട് തോന്നുമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, വേണമെങ്കിൽ പോയി പർച്ചേസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതാണ് ഈ വാച്ചിനെ കുറിച്ചുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം.